ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാവേ. മോൾക്ക് ഇന്ന് കോളേജിൽ കൊണ്ടുപോകാൻ അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ എന്നാൽ കുറച്ച് ആക്കുന്നുള്ളൂ, അവൾക്ക് മാത്രമുള്ളൂ. അപ്പം ചട്ടി അടുപ്പേ വെച്ചിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. വന്നിട്ടുണ്ടേ. ഒരു മുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം. ഒരു സബോള കഴിഞ്ഞിട്ടുള്ളൂ. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെക്കുന്നുള്ളതുകൊണ്ടാണ് ഇത്ര ഒരു തക്കാളി ഇട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെക്കുവാണെങ്കിൽ തക്കാളി കൂടുതൽ വേണം. അവരവരുടെ റൈസിന് ആവശ്യമായിട്ടുള്ള തക്കാളി എടുക്കണം. ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ചോറിന് ഞാൻ ശകലം ഉപ്പിട്ടായിരുന്നു. അരി വെച്ചപ്പോൾ ഒരു ശകലം ഉപ്പിട്ടായിരുന്നു. ഇതിന് മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. അവിടെ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്കൊരു ഇച്ചിരി ഗരം മസാലപ്പൊടിയും കൂടി ഇടാവേ. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇത് തനിമ റൈസാണേ. കുറച്ചേ വെച്ചിട്ടുള്ളൂ, ഒരാൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തക്കാളിച്ചോറ് റെഡിയായിട്ട് വരുന്നു. തക്കാളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാവേ.